നമസ്കാരം. സൂപ്പർ ഡി ജി പിക്ക് ജയിലൊരുക്കുന്നു. പിണറായിയുടെ ആശ്രിതന്മാർക്ക് ഇത് വനവാസം. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രാഥമിക അന്വേഷണം അട്ടിമറിച്ചെന്ന് തെളിഞ്ഞതോടെ ADGP MR അജിത് കുമാറിന്റെ DGP റാങ്കിലേക്കുള്ള സ്ഥാനക്കയറ്റം ഉടൻ ഉണ്ടായേക്കില്ല. അജിത്തിനെതിരെ നിലവിൽ ഈ കേസിൽ അന്വേഷണം തുടങ്ങിയിട്ടില്ല. എന്നാൽ ADGP ഓഫീസിലെ 2 SIമാരുടെ മൊഴിയെടുത്ത SIT ടീം അജിത്തിലേക്കാണ് അടുത്തതായി നീങ്ങുന്നത് എന്നുള്ളതാണ്. അജിത്തിനെതിരെ ഏതെങ്കിലും അന്വേഷണമോ കേസോ ഉണ്ടെങ്കിൽ DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കില്ല എന്നുള്ളതാണ്. നിതിൻ അഗർവാൾ അടുത്ത മാസം വിരമിക്കുമ്പോൾ അജിത്തിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. ആദ്യ അന്വേഷണ റിപ്പോർട്ട് ADGP ഇടപെട്ട് തിരുത്തിയെന്ന മൊഴിയാണ് പുനരന്വേഷണം നടത്തുന്ന SP ഷൗക്കത്തിലയുടെ നേതൃത്വത്തിലുള്ള SITക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഡ്യൂട്ടിക്കിടയിൽ നടത്തിയ മർദ്ദനമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ഉന്നത ഇടപെടലോടെ മർദ്ദിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ല എന്ന തരത്തിലാക്കി കോടതിയിൽ സമർപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ. ആലപ്പുഴ സൗത്ത് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കേസ് ഡയറിയുടെ ഭാഗമായിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മർദ്ദനം നടത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് തിരുത്തുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടൽ നടത്തിയത് എന്നുള്ളതാണ്. പിന്നീട് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. പോലീസ് ഫോട്ടോഗ്രാഫറുടെ മൊഴിയും പ്രതികളെ രക്ഷിക്കുവാൻ തക്കവിധം തിരുത്തി എന്നുള്ള കണ്ടെത്തൽ കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആദ്യം അന്വേഷണം നടത്തിയ SIയും 2 പോലീസുകാരും SITക്ക് ഇതേക്കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ട് കേസ് ഡയറി തിരുത്തിച്ചു എന്നും തലസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി താമസിപ്പിച്ചാണ് CD ഫയൽ തിരുത്തിച്ചത് എന്നുള്ള മൊഴികൾ അടക്കം പുറത്തു വന്നിരിക്കുന്നു. SIT ഇത് പ്രത്യേകം റിപ്പോർട്ടാക്കി DGPക്ക് കൈമാറി. 2023 ഡിസംബറിൽ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിട്ടുള്ള അനിൽകുമാറും സന്ദീപ് എസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ഗൺമാന്മാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ചതുപോലും. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ഗൺമാന്മാർ ചെയ്തതെന്നും അതൊരു രക്ഷാപ്രവർത്തനമാണ് എന്നും പറഞ്ഞ് പിണറായി വിജയൻ ഇതിനെ ന്യായീകരിച്ചിരുന്നു. പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതിയെ സമീപിച്ചാണ് കേസ് എടുപ്പിച്ചത്. തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി നടപടികൾ അവസാനിപ്പിക്കുവാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്തു. കേസ് ഡയറിയിൽ അടക്കം തിരുത്തലുകൾ നടത്തിയത് അന്നത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഓഫീസിലുണ്ടായിരുന്ന 2 ഗ്രേഡ് SIമാർ മൊഴി നൽകിയതോടെ അജിത് കുമാറിന് DGP റാങ്കിലേക്കുള്ള വഴി അടയുകയായിരുന്നു. പദവി ദുരുപയോഗം ചെയ്ത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും വ്യാജരേഖ കെട്ടിച്ചമച്ചതിനും കേസെടുക്കുവാൻ ഇടയുണ്ട്. മാത്രമല്ല അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് കൂടി ഇത് ഉത്തരവിട്ടേക്കാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സൂപ്പർ DGP ആയി വിലസിയ അജിത്ത് ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനാണ്. അജിത്തിനെ മാറ്റണമെന്ന് മന്ത്രി ലിജു മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം അടക്കം നിലവിലുണ്ട്. അജിത്തിനെ ബറ്റാലിയൻ ചുമതലയിലേക്കോ ഏതെങ്കിലും കോർപ്പറേഷനുകളിലെ തലപ്പത്തേക്കോ നിയമിക്കുവാനുള്ള സാധ്യതയാണ് ഇനി മുൻപിലുള്ളത്. സത്യത്തിൽ പിണറായിയുടെ സൂപ്പർ DGP ആയിരുന്ന അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവില്ല എന്നുള്ള കാര്യം തർക്കമില്ല. അത് നടപ്പാവില്ല. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ അജിത്തിനെ കുരുക്കുവാൻ വേണ്ടിയിട്ട് SIT രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അജിത്തിന്റെ ഓഫീസിലെ 2 SIമാർ എല്ലാം വെളിപ്പെടുത്തി മാപ്പുസാക്ഷികളാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അധികാരത്തിന്റെ ഗർവിൽ അന്വേഷണം അട്ടിമറിച്ചതും വ്യാജരേഖ ഉണ്ടാക്കിയതും അടക്കം കുറ്റങ്ങൾ സൂപ്പർ DGPക്ക് മുകളിൽ ചുമത്താൻ സാധ്യതയേറിയിരിക്കുന്നു. അജിത് കുമാറിനെ DGP ആക്കാൻ സർക്കാരിന് പോലും താല്പര്യക്കുറവുണ്ട്. മൊത്തത്തിൽ പിണറായിയുടെ ആശ്രിതന്മാർക്കെല്ലാം ഇത് മോശം കാലമാണ്. സൂപ്പർ DGPക്ക് ജയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്.